ഡീപ്പ് ലേണേഴ്സ് ആർ ഗോയിങ് ടു ഇൻഹെറിറ്റ് ദ വേൾഡ്. അപ്പോൾ ഒരു സംശയവുമില്ല, പഠനത്തിനും മറ്റും വലിയ ഇമ്പോർട്ടൻസ് ഇനിയും ഉണ്ട്. എത്ര വലിയ ടെക്നോളജി വന്നാലും കൂടുതൽ കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കുകയും അതിൽ നിന്ന് കൂടുതൽ വലിയ ഉയരങ്ങളിലേക്ക് ചിന്തകളെയും മറ്റും കൊണ്ടുപോകാൻ കഴിയുന്ന ആൾക്കാർക്ക്, പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്ന ആൾക്കാർക്ക്, നേതൃത്വം വളർത്താൻ കഴിയുന്ന ആൾക്കാർക്കാണ് ഇനിയും ലോകം ഉണ്ടാവുക. അവരാണ് ലോകത്തെ നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നോളജ് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. പക്ഷെ എങ്ങനെയാണ് ഒരു ഡീപ്പർ നോളജ് സൃഷ്ടിക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു എക്സലൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിനായിട്ട് നമുക്ക് പഠിത്തത്തിലൊക്കെ ബേസിക്കായിട്ട് വരുത്താവുന്ന ചില മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇറ്റ് മേ ബി ഓഫ് ഗുഡ് ഹെൽപ്പ് ടു യു. കുട്ടികൾ കൂടുതൽ സ്ക്രീൻ ടൈമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം അതിൽ ചിലവഴിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം പഠനത്തിൽ പൊതുവേ കുട്ടികൾ താഴോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു അക്കാഡമിക് പെർഫോമൻസ് പല കുട്ടികളിലും താഴോട്ടാണ് വരുന്നത്. പല കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പോലുള്ള കാര്യത്തിലൊരു നിശ്ചയമില്ല. പഠിത്തത്തെപ്പറ്റി വലിയൊരു വാല്യൂ ഇല്ല. നോളജൊക്കെ ഗൂഗിളിലുണ്ട്, അല്ലെ ചാറ്റ് GPT-യിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്താഗതികളൊക്കെ പുതിയ തലമുറയിലുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഹൈലി ലേൺഡപ്പ് ആയിട്ടുള്ള ആൾക്കാർ വളരെ പവർഫുള്ളാണ്. ഹൈലി ലേൺഡപ്പ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏത് വലിയ സ്റ്റോമിനെയും വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവർ ഏതൊരു ചാലഞ്ചിനെയും ഏതൊരു ഡിഫിക്കൽറ്റിയും ഒരു ആഡ്വേഴ്സിറ്റിയും ഒക്കെ ഓവർകം ചെയ്യും. അപ്പോൾ നല്ല ലേൺഡപ്പ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാകുക എന്ന് പറയുന്നത് ഒരു വലിയ മൈറ്റി അഫെയർ തന്നെയാണ്, അതിനൊരു സംശയമില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ ഒന്നും ആകാത്ത ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരെ ബിൽഡ് ചെയ്ത തന്നെയുള്ള ചില വീക്ക്നെസ്സുകളാണ് ഇന്നും അങ്ങനെ വീക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു പവർഫുള്ളായിട്ടുള്ള ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ അവർക്കെല്ലാം ഒരു ശക്തമായ ലേണിംഗ് ലൈഫിലുണ്ടായിട്ടുണ്ട്, അതിനൊരു സംശയമില്ല. അപ്പോൾ പഠിച്ചത് കൊണ്ട് ആർക്കും ദോഷമൊന്നുമില്ല. പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ ചാൻസസൊക്കെ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യത്തേ ഉള്ളൂ. ഹൗ ടു എൻഹാൻസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലേണിംഗ്, അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലും സംസാരിക്കാമെന്ന് വിചാരിക്കും. ഒന്നാമത് നമുക്കൊരു നല്ല പഠിതാവാകണമെങ്കിൽ, നല്ലൊരു വിദ്യാർത്ഥിയാവണമെങ്കിൽ, നല്ലൊരു ലേണർ ആവണമെങ്കിൽ നമുക്ക് പഠിക്കുന്നതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്? ഇപ്പോൾ ഒരു പഠനത്തെപ്പറ്റി ഒരു ബിഗർ പിക്ചർ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇപ്പോൾ നാളെ ക്ലാസ്സിൽ ഉത്തരം പറയാനോ അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതാനോ പോലുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിനപ്പുറം ഞാൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഐ വാണ്ടഡ് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അല്ലെ ഐ വാണ്ടഡ് ടു ബി എൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, ഐ വാണ്ടഡ് ടു വിസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഓഫ് ദ ഫ്യൂച്ചർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ ലക്ഷ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു വളരെ ഒരു ടോളായിട്ടുള്ളൊരു എക്കണോമിസ്റ്റായിട്ട് മാറണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്ക് പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായുള്ള ഒരു കാര്യം, നമുക്ക് ലക്ഷ്യം ഉയരും തോറും നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആക്കേണ്ടി വരും. കാരണം വളരെ ശക്തമായൊരു അടിത്തറ ഇട്ടുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ടോളായിട്ടുള്ള എലിവേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം ആദ്യം തന്നെ തീരുമാനിക്കുക. നേരെ മറിച്ച് ഒരു മെക്കാനിക് ആയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് പഠിച്ചാൽ മതി, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രാജുവേറ്റ് ആയാൽ മതി. അപ്പോൾ അത്രയും വലിയൊരു ഫൗണ്ടേഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര കണ്ട് ഉയരത്തിലാണ് നമ്മുടെ ലക്ഷ്യം, അത്ര കണ്ട് സ്ട്രോങ്ങർ ആയിരിക്കണം നമ്മുടെ ഫൗണ്ടേഷൻ. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കേണ്ട സിലബസിനെ കുറിച്ച് നമുക്ക് ആഴമായിട്ടുള്ളൊരു അറിവ് വേണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 9th ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇപ്പോൾ 10th പഠിക്കുന്നത്. വാട്ട് ഈസ് മൈ സിലബസ്? നമ്മൾ പഠിത്തത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മുടെ സിലബസിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് അറിയാമോ? ആ സിലബസ് എത്ര കണ്ടുണ്ട്, എന്താണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി, അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്താണ്? ഇപ്പോൾ ഒരു ടോപ്പിക്ക് പോലും ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നതും ഒരു CBSE സിലബസിലോ ICSE സിലബസിൽ പഠിക്കുന്നതും ഒക്കെ തമ്മിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻസിൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് ഡെലിവർ ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ വി ഷുഡ് നോ ഇൻ ഡീറ്റെയിൽ വാട്ട് ഈസ് ദ ഗ്രാവിറ്റി ഓഫ് ദാറ്റ് സിലബസ്. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്ന എക്സാം പാറ്റേൺ. പ്രത്യേകിച്ച് നമ്മൾ ഏത് പരീക്ഷയ്ക്കും ഒരു ഇവാലുവേഷൻ സിസ്റ്റം ഉണ്ട്, ഒരു എക്സാം സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ റിസൾട്ടിലൂടെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എഫേർട്ടൊക്കെ എത്ര ഇട്ടാലും അതിൻ്റെ റിസൾട്ടാണ് പലപ്പോഴും നമ്മളെ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വി ഷുഡ് ബി ഏബിൾ ടു ഗിവ് എ ഗുഡ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസ് എ ഗുഡ് റിസൾട്ട്. അപ്പോൾ അതിനുവേണ്ടി വി ഷുഡ് നോ ദ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രീതി, അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റ്
തെറ്റുകളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്, അതിൻ്റെ ഒരു പാറ്റേൺ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നല്ലൊരു പഠിത്തം നമുക്കുണ്ടാവണമെങ്കിൽ, നല്ലൊരു ലേണിംഗ് നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ കുറേ കൂടെ സിസ്റ്റമാറ്റിക്കും ഡിസിപ്ലിൻഡും ആകണം. തോന്നുമ്പോൾ പഠിക്കുക, തോന്നുന്ന പോലെ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്കമും തോന്നുന്ന പോലെ ആയിരിക്കും. പക്ഷേ നമുക്ക് ഡെഫിനറ്റായിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസിപ്ലിൻഡായിട്ട് നമ്മളുടെ ലൈഫിനെ തന്നെ ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, നമുക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ നന്നായിട്ട് നമ്മൾ ഉറങ്ങണം, നമുക്ക് ആവശ്യത്തിന് എക്സസൈസ് വേണം, ബോഡിയിൽ നമ്മുടെ ബോഡി ഹെൽത്തൊക്കെ വളരെ എക്സലൻ്റ് ആയിരിക്കണം, മെൻ്റൽ ഹെൽത്ത് എക്സലൻ്റ് ആയിരിക്കണം, ഇമോഷണൽ സ്റ്റാൻഡേർഡ്സൊക്കെ നോർമലായിരിക്കണം, നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ട്, സന്തോഷമുണ്ട്, എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല സ്റ്റുഡൻറ്റും കൂടിയായി നമുക്ക് മാറാൻ, എങ്കിൽ മാത്രമേ നല്ലൊരു സ്റ്റുഡൻ്റ് ആകുന്നതിൻ്റെ റിസൾട്ടും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന പോലെയല്ല, ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈർഡ് റിസൾട്ടിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. വളരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ലേണിങ്ങിൻ്റെയും സക്സസിൻ്റെ അല്ലെങ്കിൽ ലേണിങ്ങിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെയും ഒക്കെ ബെനിഫിറ്റ്സ് എന്താണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെല്ലുന്നു, കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇടപെടുന്നു, പല പൊതു ചർച്ചകളിലൊക്കെ നമ്മൾ ഇടപെടുന്നു, പേരൻസുമായിട്ടൊക്കെ ഇടപെടുന്നു. എവിടെയും നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ റെക്കഗ്നൈസ്ഡ് ആണ്, റെസ്പെക്റ്റഡ് ആണ്. ഇതാണ് നോളജിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. നോളജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെപ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളെപ്പറ്റി ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ അപ്പുറത്തേക്ക് നമുക്ക് എന്താണ് ഡീപ്പായി, ഇപ്പോൾ ഡൽഹിയിൽ ആജിറ്റേഷൻ നടക്കുന്നു, അതൊരു ഇൻഫർമേഷനാണ്. ആജിറ്റേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാമെങ്കിൽ കുറച്ചുകൂടെ അതൊരു നോളജായി. അതിനെപ്പറ്റി ഒരു അനലറ്റിക്കൽ വ്യൂ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഡീപ്പറായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിനെക്കുറിച്ചൊക്കെ കുറേ കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനൊക്കെയുള്ള മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വില, നമുക്ക് കിട്ടുന്ന സാധ്യതകൾ, നമ്മളുണ്ടാക്കുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ ഡിഫറെൻ്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ പഠിക്കാനുള്ളൊരു മോട്ടിവേഷനും ആവേശമൊക്കെ നമുക്കുണ്ടാവുന്നത്. അതുപോലെ നമ്മൾ പഠിക്കുമ്പോൾ, എപ്പോഴും നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെ ആ പഠന പ്രക്രിയയിൽ നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും ഉപയോഗിക്കണം. പലപ്പോഴും കാണുന്ന ഒരു കാര്യം, നമ്മളെല്ലാ വിഷയങ്ങളും ഒരുപോലെയാണ് പലപ്പോഴും പഠിക്കുന്നത്. പക്ഷേ എല്ലാ വിഷയവും നമ്മൾ ഒരുപോലെ പഠിക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ, എല്ലാ വിഷയവും നമുക്ക് മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഒരേപോലുള്ളൊരു പഠിത്തം പലപ്പോഴും ശരിയാവത്തില്ല. ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ്, ഇഫ് യു ആർ നോട്ട് പ്രാക്ടീസിങ് മാത്തമാറ്റിക്സ്, ഇപ്പോൾ ടഫർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്യുകയാണ്, കൂടുതൽ എക്സസൈസ് ചെയ്യുകയാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ ആൻസറിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നല്ല പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടും. അപ്പോൾ സ്പീഡാണ് മാത്തമാറ്റിക്സിൽ കൂട്ടിക്കൊണ്ട് വരേണ്ടത്. കാരണം അതാണ് ഒരാളുടെ ഒരു എഫിഷ്യൻസിയെ അളക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആക്യുറസിയും സ്പീഡും നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, കൂടുതൽ ടഫറായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഹാൻഡിൽ ചെയ്യണം, ഡൗട്ട്സ് ഉണ്ടാകണം, അതൊക്കെ ഡിസ്കസ് ചെയ്യണം, അങ്ങനെ ചോദിക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ മാത്സ് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു വളരെ ആക്റ്റീവ് ലേണറായെങ്കിൽ മാത്രമേ നമുക്ക് മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി പഠിക്കുകയാണ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് വയ്ക്കേണ്ടതായിട്ട് വരും. ലാംഗ്വേജൊക്കെ പഠിക്കുമ്പോൾ പല കോഡ്സും പല ഒരു ഇൻട്രൊഡക്ടറി പാർട്ടും ഒക്കെ നമ്മൾ ക്കേണ്ടതായിട്ടൊക്കെ വരും. കാണാൻ പഠിക്കുന്നത് എന്തോ മോശമാണെന്നൊക്കെയുള്ള ചില ചിന്തകളൊക്കെ ആധുനിക കാലത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഞാനൊക്കെ ഒരു പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പണ്ട് കാലത്തൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു കോട്ടായിട്ടോ ഒരു സേയിങ് ആയിട്ടോ ഒക്കെ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയ നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. കണക്കിലൊക്കെ തന്നെ നമ്മൾ 16 വരെയുള്ള പട്ടികകളൊക്കെ പണ്ട് കാലത്തെ ടേബിൾസൊക്കെ പഠിച്ചു വയ്ക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു ഹെൽപ്പ് അതിൽ നിന്ന് കിട്ടുമായിരുന്നു. അതൊക്കെ നല്ലതാണ്. ചിലതൊക്കെ നമ്മൾ കാണാൻ പഠിച്ചു വെക്കുന്നതൊക്കെ നല്ലതാണ്. അതൊരു റെഡി റെക്കണറായിട്ട് പെട്ടെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കിട്ടും. പിന്നെ മനസ്സിലാക്കി പഠിക്കണം, തീർച്ചയായിട്ടും മനസ്സിലാക്കി തന്നെയാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ബയോളജിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ഓർഗനൊക്കെ നമ്മളൊന്ന് വരച്ച് അതിൻ്റെ പാർട്സൊക്കെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പതിയും. അതാണ് അതിൻ്റെ വലിയൊരു ഗുണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഫിസിക്സൊക്കെ പഠിക്കുമ്പോൾ, ഇപ്പോൾ കെമിസ്ട്രിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻസൊക്കെ എഴുതി പഠിക്കുന്നു. അപ്പോൾ എഴുതി പഠിക്കുന്നതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സെൻസ് ഓർഗൻസ് എല്ലാം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എഴുതുക, പിന്നെ എഴുതുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്,
വാഗൊണ്ട് പറയുക, ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ പഠിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർക്കുന്നതൊക്കെ നന്നായിരിക്കും. കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്തിട്ട് അടുത്ത ദിവസത്തെ പഠിത്തം തുടങ്ങുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, വാഗൊണ്ട് അതിനെ ടേസ്റ്റ് ചെയ്യുന്നു. എല്ലാ ഓർഗൻസും നമ്മൾ എത്ര കണ്ട് നമ്മുടെ സെൻസ് ഓർഗൻസിനെയൊക്കെ ഇൻവോൾവ് ചെയ്ത് പഠിക്കുന്നു, അത്ര കണ്ട് നമ്മുടെ ബ്രെയിനിൽ അത് ഉറയ്ക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ സ്ഥിരമായിട്ടൊരു സമയത്ത് പഠിക്കുന്നു, അത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ലേണർ ആകുന്നതിന് സ്ഥിരമായ ഒരു സമയം, സ്ഥിരമായ ഒരു സ്ഥലം, പ്രത്യേകിച്ച് വലിയ ഇൻ്റർഫിയറൻസ് ഒന്നും വരാത്ത ഒരു ക്വയറ്റ് പ്ലേസ്, ഗുഡ് പ്ലേസ് നമ്മൾ പഠിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. നമുക്ക് പഠിക്കാനുള്ള നല്ല ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചൊരു സ്ഥലം ആ രീതിയിലേക്ക് കൺവേർജ് ചെയ്ത് വരും. അതുപോലെ ഈ നല്ല ക്വാളിറ്റി നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ ആധുനിക കാലത്ത് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചൊക്കെ പലരും പഠിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ നോക്കുന്നത് ഈ വലിയ അച്ചീവേഴ്സിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, അല്ലെ വലിയ അച്ചീവേഴ്സിൻ്റെ ഡിസ്കഷൻസൊക്കെ കേൾക്കുമ്പോൾ അവരിലൊക്കെ ചില കൺവെൻഷണൽ മെത്തേഡ്സ് തന്നെ അവർ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ബ്രെയിന്, മനുഷ്യൻ്റെ ബോഡി, മനുഷ്യൻ്റെ സെൻസ് ഒന്നും എത്ര കാലം കഴിഞ്ഞിട്ടും മാറുന്നില്ല. അപ്പം മനുഷ്യൻ്റെ മെമ്മറിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ കാലാകാലങ്ങളായിട്ട് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എഴുതി പഠിക്കുക, അതുപോലെ നല്ല നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നല്ല നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. നമുക്ക് ഓർക്കാനൊക്കെ അങ്ങോട്ട് ശ്രമിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്യും നമ്മുടെ ബ്രെയിൻ. അപ്പോൾ എഴുതി പഠിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. റൈറ്റിംഗ് എപ്പോഴും കുറേ കൂടെ റീറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയും റീകോൾ ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ മെമ്മറിയിലോട്ട് ഇതെല്ലാം കൂടുതൽ നമ്മൾ എത്തിക്കുന്നത്. അപ്പം ഇപ്പം ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഈ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ എന്നും പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഒരു ഓൺഗോയിങ് പ്രിപ്പറേഷനാണ്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കിയത്, പഠിച്ചത്, കേട്ടത് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുകയും റീകോൾ ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഒരു ടോക്കൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയൊക്കെ എപ്പോഴും ഒരു മൈൻഡ്ഫുള്ളായിട്ടുള്ള എപ്പോഴും നമ്മളൊരു വിദ്യാർത്ഥിയാണെന്നും അതുകൊണ്ട് തന്നെ എൻ്റെ ടാർഗറ്റ് എന്താണെന്നും എൻ്റെ ലക്ഷ്യം എന്താണെന്നും എൻ്റെ ഫോക്കസ് എന്തിലായിരിക്കണമെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഓൺഗോയിങ് പ്രിപ്പറേഷൻ നമ്മളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും, ഒരു സംശയമില്ല. ഈ ചിലരൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ്, കാണാതെ പഠിക്കണോ? കാണാതെ പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ കാണാതെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റില്ല. പല ലാംഗ്വേജ് പോലുള്ള കാര്യങ്ങൾ, ഹിസ്റ്ററി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാതെ പഠിക്കാമെങ്കിലും സയൻസൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാലേ നമുക്കത് മനസ്സിലാക്കി പഠിക്കുക മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയും നമ്മൾ നമ്മുടേതായ ചില നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുകയും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതൊക്കെ എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്താൽ പരീക്ഷയുടെ ലാസ്റ്റ് ടൈമിലൊക്കെ നമുക്കത് എടുത്തു വെച്ച് വൃത്തിയായിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പലയിടത്തായിട്ട് കിടക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുമൊക്കെ പലയിടത്തായിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ചെതറി കിടക്കുകയാണെങ്കിൽ പരീക്ഷാ സമയത്ത് നമുക്ക് ഒരെത്തും പിടിയും കിട്ടില്ല. നേരെ മറിച്ച് നല്ല ഒരു പ്രിപ്പറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ടൈമിലൊക്കെ നമ്മളെ ആ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലൊക്കെ നമുക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ നമുക്ക് ഈ പഠിപ്പിക്കുക, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു മാർഗ്ഗമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇനി ആരെയും പഠിപ്പിക്കാനില്ലെങ്കിൽ നമ്മൾ ഒരു ടീച്ചിങ് മെത്തേഡൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഒന്ന് പഠിപ്പിക്കുന്നതായിട്ടൊക്കെ അതൊരു ബെറ്റർ വേ ഓഫ് ലേണിംഗ് ആണ്. അതുപോലെ തന്നെ യു ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ നന്നായിട്ട് പഠിക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് തന്നെ കാണാൻ പറ്റും. പഠിച്ചു വരുമ്പോൾ തന്നെ യു ക്യാൻ ഫീൽ ദ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊന്നും ആരുടെയും പുറകിന് നടക്കേണ്ട കാര്യമില്ല. നല്ലൊരു പഠിതാവിനെ സംബന്ധിച്ച് അവർ പഠിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ വരാം, അല്ലെ എങ്ങനെ വന്നാൽ എങ്ങനെ എഴുതാം എന്നുള്ളതിലൊക്കെ ഒരു റിയലൈസേഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഈ ഇടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക, അതിൻ്റെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോവുക, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ പഠിക്കുക. സയൻസൊക്കെ പഠിക്കുമ്പോൾ ഇതെവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ തന്നെ പഠിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക, ഒന്ന് റീസൺ ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. വെറുതെ അങ്ങ് കാണാൻ പഠിച്ച് വെക്കാൻ ശ്രമിക്കാതെ
പ്രത്യേകിച്ച് നമ്മൾ തന്നെ അതിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക, അനലൈസ് ചെയ്യുക, റീസൺ ചെയ്യുകയൊക്കെ ചെയ്താൽ ഇറ്റ് വിൽ ഗോ ഡീപ്പ് ഇൻ ടു യുവർ മെമ്മറി. മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് അടുത്ത തലത്തിലേക്ക് ഒരുപക്ഷെ ടീച്ചർ പഠിപ്പിച്ച ഒരു ലെവലിൽ നിന്ന് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അവിടെയാണ് നമ്മൾ കൂടുതൽ ഇന്നവേറ്റീവ് ആകുന്നത്, ക്രിയേറ്റീവ് ആകുന്നത്, കൺസ്ട്രക്റ്റീവ് ആകുന്നത്. അവിടെയാണ് നമ്മളൊരു എക്സലൻ്റ് ആകുന്നത്. എല്ലാവരും എഴുതി വയ്ക്കുന്ന നോട്ട്സ് നമ്മൾ എഴുതി പേപ്പറിൽ വെച്ചു, എല്ലാവരുടെയും ആൻസർ ഷീറ്റ് ഒരുപോലെ ഇരുന്നു, അവിടെ മാർക്ക് ഇടുന്ന ആളിനൊരു പ്രത്യേകതയും കാണുന്നില്ല. നേരെ മറിച്ച് ഒരു പേപ്പർ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. കാരണം അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതൽ ജീവിതത്തിലും എക്സൽ ചെയ്യുന്നത്. പിന്നെ ഒരു നോളജ് ഒരു ഇൻഫർമേഷൻ ലെവലിൽ നിൽക്കാതെ കുറച്ചുകൂടെ ഒരു നോളജ് ലെവലിലേക്ക് ഒക്കെ ഒന്ന് ഉയരാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കുറച്ചുകൂടെ ആഴത്തിലൊരു കാര്യത്തെപ്പറ്റി പഠിക്കുക, കുറച്ചുകൂടെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നോ പെയിൻ നോ ഗെയിൻ. നമ്മൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഈസി ഗോയിങ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ആഴത്തിലൊരു കാര്യത്തെ പഠിച്ച് കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ അത് നമുക്ക് വേണ്ടി തന്നെയാണ്, എൻ്റെ ലൈഫിന് വേണ്ടിയാണ്, എൻ്റെ ഒരു ലൈഫിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയാണ്, എൻ്റെ ഒരു ലൈഫിൻ്റെ എക്സലൻസിന് വേണ്ടിയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുക. അത് നമ്മുടെ ഒരു പേഴ്സണൽ അഫെയറാക്കി മാറ്റുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ എക്സൽ ചെയ്യുന്നത്. ഇതൊന്നും പേരൻസ് പുറകിന് വന്ന് അവരുടെ ഫോഴ്സിന് വേണ്ടി പഠിക്കുക, അങ്ങനെയൊക്കെയുള്ളവരൊക്കെ മീഡിയോക്കറായിട്ട് അവസാനിക്കുള്ളൂ. ഇഫ് യു സ്റ്റാൻഡ് ഔട്ട്, ഇഫ് യു വാണ്ടഡ് ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ക്രൗഡ്, ഇഫ് യു വാണ്ടഡ് ടു ബി ആൻ എക്സലൻറ്റ് പേഴ്സൺ ഇൻ യുവർ ഫീൽഡ്, ഒരു നല്ല ലേണറാകുക. ചെറിയ പ്രായത്തിലെ നന്നായിട്ട് ലേൺ ചെയ്യാൻ പഠിക്കുന്ന ഒരാൾക്കാർക്ക് അവർക്ക് ലൈഫ് ലോങ് വരുന്ന ചലഞ്ചസിനെ ഒക്കെ, എത്ര ക്രിട്ടിക്കൽ ചലഞ്ചസ് വരുമ്പോഴും ആ ക്രിട്ടിക്കൽ ചലഞ്ചസിനെ സിമ്പിളായിട്ട് അനലൈസ് ചെയ്ത് ലേൺ ചെയ്ത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം മുതലേ ലേൺ ചെയ്ത് വരുന്ന ഒരാളിനെ സംബന്ധിച്ച്, ചെറിയ പ്രായം മുതലേ ലേണിങ് ഒരു ആർട്ടാക്കിയ ഒരാളിനെ സംബന്ധിച്ച് എത്ര വലിയ ഡിഫിക്കൽട്ടീസ് ലൈഫിൽ വരുമ്പോഴും അവരതിനെ ചെറിയ ചെറിയ പാർട്സാക്കി ലേൺ ചെയ്ത് ഓവർകം ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും. നേരെ മറിച്ച് നമ്മൾ ചെറിയ പ്രായത്തിലെ ഒരു സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻ ലേണർ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ വരുന്ന ചലഞ്ചസ് നമ്മളെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തും, നമ്മളെ ചിലപ്പോൾ തകർത്ത് കളയും. അപ്പോൾ ഇത് എല്ലാ കുട്ടികളും മനസ്സിലാക്കണം. കാലം മാറി ടെക്നോളജി എല്ലാം തന്നോളും എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ChatGPT നിന്നും അവിടുന്ന് ഇവിടുന്നും കിട്ടുന്ന കുറേ നോട്ട്സും അവിടുന്ന് ഇവിടുന്നും കിട്ടുന്ന കുറേ നോളജും നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യാതെ, നിങ്ങൾ തന്നെ വാലിഡേറ്റ് ചെയ്യാതെ, നിങ്ങൾ തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാതെ, നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യാതെ ഒക്കെ ഉണ്ടാക്കുന്ന നോളജ് ചുമ്മാതെ എഴുതി വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന മാർക്കുമായിട്ടൊക്കെ വരുന്നവർക്ക് ജീവിതത്തിലും തട്ടിക്കൂട്ട് ലക്ഷ്യങ്ങളിലൊക്കെ എത്താൻ പറ്റുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ ഉയർന്നതാണെങ്കിൽ, നിങ്ങൾ വലിയ ആൾക്കാരായി മാറണം, വളരെ അച്ചീവേഴ്സ് ആവണം, ഒരു എക്സ്പേർട്ട് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തുടക്കം മുതലേ നല്ലൊരു ലേണറാവാൻ ശ്രമിക്കുക. നല്ലൊരു പഠനത്തിനുള്ള എഫേർട്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ലാംഗ്വേജിനൊക്കെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ലാംഗ്വേജാണ് നമ്മൾ എന്തെല്ലാം നോളജ് നമുക്കുണ്ടെങ്കിലും അതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യാനോ അതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് ലാംഗ്വേജ് ഒത്തിരി ആവശ്യമാണ്. പഠിക്കുന്ന ഒരു കാര്യങ്ങളും, പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഇത്രയും സബ്ജക്റ്റൊക്കെ എന്തിനാണ് പഠിക്കുന്ന ഒരു കാര്യങ്ങളും വേസ്റ്റ് അല്ല. ജീവിതത്തിൻ്റെ ഓരോ സമയത്തും കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഹാൻഡിയായി വരികയും ഇതൊക്കെ നമ്മളുടെ ഫർദർ ലേണിങ്ങിനും ഫർദർ അണ്ടർസ്റ്റാൻഡിങ്ങിനും നമ്മളെ നാളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ലേണറാകാനുള്ള ഒരു മോട്ടിവേഷൻ നേരുന്നു. എല്ലാവരും ബെറ്റർ ലേണേഴ്സായി മാറുക, പവർഫുൾ ലേണേഴ്സായി മാറുക. നോളജ് എന്ന് പറയുന്നത് ഏത് ChatGPTയുടെ കാലത്തും അല്ലെങ്കിൽ ഏത് ടെക്നോളജിയുടെ കാലത്തും ഒരു ഹ്യൂമൻ നോളജ് എന്ന് പറയുന്ന അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ നിങ്ങളതിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ യു വിൽ ബി റിയലി ഔട്ട്സ്റ്റാൻഡിങ്. അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് നേരുന്നു, എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഹാപ്പി ലിവിങ്. ഇത് നല്ലതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൂടെ കൊടുക്കുക. ഒരുപാട് കുട്ടികൾക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, പഠിച്ചാൽ വല്ല ഗുണമുണ്ടോ എന്നൊക്കെ സംശയിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പേരൻസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിരന്തരമായി കാണുകയും കമൻറ്റ് എഴുതുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഞാനൊരു കാര്യം പ്രത്യേകമായിട്ട് പറയുകയാണ്, ചിലരൊക്കെ അവർക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് ഈ വീഡിയോസ് തോന്നുന്ന ആൾക്കാരുണ്ട്.
ഓഫ് കോഴ്സ്, കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കാനും എല്ലാവരെയും സ്യൂട്ടബിൾ ആക്കാനും എനിക്ക് കഴിയില്ല. പക്ഷേ ഞാൻ ഇടപെടുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഏറെക്കുറെ അവരുടെ ആവശ്യങ്ങൾ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവർ തരുന്ന കമൻസൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ വീഡിയോയും കൊണ്ടുവരുന്നത്. ഒരു ജനറലായിട്ട് പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അല്ലെ ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. തുടർന്ന് അവർക്ക് വേണ്ടിയാണ് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാവരെയും എല്ലാവർക്കും സന്തോഷം കൊടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ മേളിൽ നോളജ് ഉള്ളവർ, ഇതിൻ്റെയൊക്കെ മേളിൽ അവെയർനെസ് ഉള്ളവർ, അവർ ഇത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.